നമസ്കാരം, ശിശുദിന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീ പാർവതി രാജ്. ഇന്ന് ശിശുദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനം. കുട്ടികളോട് പ്രത്യേക സ്നേഹവും വാത്സല്യവും പുലർത്തിയിരുന്ന ചാച്ചാ നെഹ്റുവിന്റെ 125ാം ജന്മദിനമാണ് ഇന്ന്. बच्चे उसे पसंद करते हैं कि नहीं, ये थोड़ी मैं पसंद करता हूँ कि नहीं. मेरा पसंद करना न करने का कोई माने नहीं है. बच्चे करें तो अच्छा है, बच्चे नहीं करें तो निकम्मा है. നവംബർ 14 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ഇന്ന് അദ്ദേഹത്തിന് 125ാം ജന്മദിനം. കുട്ടികളോട് നെഹ്റു പ്രകടിപ്പിച്ചിരുന്ന സ്നേഹവും വാത്സല്യവും അദ്ദേഹത്തിന് ചാച്ചാ നെഹ്റു എന്ന പേര് നേടിക്കൊടുത്തു. നെഹ്റുവിനോടുള്ള ആദരസൂചകമായാണ് എല്ലാ നവംബർ 14 ശിശുദിനമായി രാജ്യമെങ്ങും ആഘോഷിക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസം കൂടിയാണ് ശിശുദിനം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. അനാഥ ബാല്യങ്ങളെ തൊട്ടുണർത്തുന്ന ഓലപ്പീപ്പി എന്ന സംഗീത ആൽബം യൂട്യൂബിൽ വൈറലാകുന്നു. ലാൽജി കാട്ടിപ്പറമ്പിലാണ് ആൽബത്തിന്റെ ആവിഷ്കാരം നിർവഹിച്ചിരിക്കുന്നത്. ബാല്യത്തിന്റെ പൂമണ്ണം പാട്ട് പങ്കുവയ്ക്കുന്നു. ഒപ്പം ഒറ്റപ്പെടലിന്റെയും അനാഥബോധത്തിന്റെയും കണ്ണീരും തടിയൻസ് അവതരിപ്പിക്കുന്ന ആൽബം പങ്കുവയ്ക്കുന്നുണ്ട്. പ്രശസ്ത പിന്നണി ഗായിക നിമ്യാലാലും ആൽമ അശോകുമാണ് ഓലപ്പിപ്പിയുടെ ആലാപനം. മാസ്റ്റർ ഡോൺ ജോർജ്, ചെല്ലമ്മ ശ്രീധരൻ എന്നിവരാണ് ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പിൻവഴിയിലെപ്പോഴോ നഷ്ടപ്പെട്ടുപോയ ബാല്യത്തിനാണ് ലാജി കാട്ടിപ്പറമ്പിൽ തന്റെ ആൽബം സമർപ്പിക്കുന്നത്. ഓലപ്പിപ്പി യൂട്യൂബിൽ ഇപ്പോൾ വൈറലാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. പച്ചക്കറി കൃഷിക്ക് പേരുകേട്ട നാടാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത്. കഞ്ഞിക്കുഴിയിലെ സർവീസ് സഹകരണ ബാങ്കിന്റെ ബാലമിത്ര എന്ന പദ്ധതിയും ജനശ്രദ്ധ നേടുകയാണിപ്പോൾ. നവജാത ശിശുവിന് 28 കെട്ടുന്ന ദിവസം കുട്ടിയുടെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് തുറക്കും. അതാണ് ബാലമിത്ര. ഇപ്പോൾ നമ്മളൊരു മിഠായി കഴിക്കുകയാണെങ്കിൽ 2 മിഠായി ഒരു ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ഓരോ ദിവസം എല്ലാവർക്കും ഓരോ രൂപ വീതം ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ നമുക്ക് വലിയൊരു സംഖ്യ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം റേസ് ചെയ്യാൻ പറ്റും. മലപ്പുറം ജില്ലയിലുള്ള 50ഓളം നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുള്ള സ്കൂളുകളിൽ നമ്മൾ ഈ പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളെ കൊണ്ട് മടുത്തുവെന്ന് പറയിപ്പിക്കരുതെന്ന ആഗ്രഹമായിരുന്നു ഇവരെയൊക്കെ മിടുക്കന്മാരും മിടുക്കികളുമാക്കിയത്. ക്ലാസ് റൂമുകൾ കയ്യേറി ചില്ലറകൾ വാങ്ങുന്നത് കുറേ ആളുകൾക്ക് സഹായം നൽകാനാണ്. പിരിവിന് വരുന്നവർക്ക് പണ്ടത്തെ പോലെ ചുമ്മാ എങ്ങും പണം കൊടുക്കാനൊന്നും ഇപ്പോഴത്തെ കുട്ടികളെ കിട്ടില്ല. പണം എങ്ങനെ ചിലവഴിക്കുന്നു, എന്തിന് ഉപയോഗിക്കുന്നു എന്നതൊക്കെ ചോദിച്ചറിഞ്ഞതിനു ശേഷമാണ് ഓരോ രൂപയും നൽകുന്നത്. ഞങ്ങൾ തരുന്ന ഈ പണം അത് എത്തിച്ചേരേണ്ടവരിൽ തന്നെയാണ് നിങ്ങൾ എത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഉറപ്പുവരുത്താനാവാം? കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന സംഖ്യകൾ ഒന്നിനും തികയാത്തതിനാൽ പണപ്പിരിവ് പലപ്പോഴും കടകളിലേക്കും നീളും. നിങ്ങൾ മലപ്പുറം ദിശ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. ഞങ്ങളുടെ യുവാക്കൾ NSS സെലക്ട് ചെയ്ത ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഞങ്ങളുടെ ഒരു പുതിയ പാലിയേറ്റീവ് വിങ്ങാണ് കൂട്ടുകാരുണ്ട്. ദീർഘകാല രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയൊരു വിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു സംഭാവന ഞങ്ങളൊരു 1 രൂപ സ്കീം തുടങ്ങുന്നുണ്ട് എല്ലാ സ്കൂളിലും. പുറത്തുനിന്നും ഫണ്ട് പിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംഭാവന ഞങ്ങൾ +2 സ്റ്റുഡൻസാണ്.
പാലിയേറ്റീവ് കെയറിലെ ഉൽപ്പന്നങ്ങളായ പുസ്തകങ്ങളും കുടകളും വിറ്റും ഇവർ പൈസ കണ്ടെത്തുന്നു. ഇവരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നാട്ടുകാർക്കും ഏറെ താല്പര്യം. ആളുകളുടെ മുന്നിൽ പാട്ടുപാടിയും ഡാൻസ് ചെയ്തും ഇവർ കണ്ടെത്തുന്ന പണം കടത്തിണ്ണയിൽ ഉറങ്ങുന്നവർക്ക് ഭക്ഷണമായും മാറാരോഗങ്ങൾ കൊണ്ട് വലയുന്ന കുട്ടികൾക്ക് മരുന്നായും മാറുകയാണ്. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, മലപ്പുറം. ശിശുദിന വാർത്തകൾ അവസാനിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്.